എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ആ ക്രാക്കർ വില്ലൻ അവനാണെങ്കിൽ അവന്റെ ഫുൾ പവർ ഉപയോഗിച്ച് ലൂഫി അറ്റാക്ക് ചെയ്യുകയാണ്. പക്ഷെ നമ്മുടെ ലൂഫി അവൻ നായകനാണ്. അവൻ ഓരോ സൈഡിൽ ശബ്ദം ഉണ്ടാക്കി വില്ലനെ വെട്ടിത്തെറിപ്പിച്ച് അവന്റെ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെട്ടു പോയിക്കൊണ്ടേയിരിക്കും. വില്ലന്റെ അറ്റാക്ക് ആണെങ്കിൽ ചുറ്റുമുള്ള മരങ്ങളിലും ചെടികളിലും ഒക്കെ പെട്ട് അവരുടെ ലൈഫ് സ്പാൻ അതൊരൊറ്റ സെക്കൻഡ് കൊണ്ട് ഇല്ലാതായി അവറ്റുകളെല്ലാം നശിച്ചു പോവാണ്. വില്ലന് കലി കേറി കേറി അവനാണെങ്കിൽ അവന്റെ കൈയും കാലും സ്ക്വാഡ്സും എല്ലാം തന്നെ മൾട്ടിപ്പിൾ ആക്കി മാറ്റി ലൂഫിയായിട്ട് പൊരിഞ്ഞ പോരാട്ടം. ലൂഫിക്കാണെങ്കിൽ അപ്പോഴും യാതൊരു കോൺഫിഡൻസ് കുറവോ ഇല്ലാതെ അവനാണെങ്കിൽ വീണ്ടും ആ വില്ലനുമായിട്ട് പൊരിഞ്ഞ അട്ടയിടി ബഹളം. അതേ സ്ഥാനത്ത് നമ്മുടെ നാമി അവളാണെങ്കിൽ ബിഗ് മോമിന്റെ ആ ബിബറു കാർഡ് അതങ്ങനെ കയ്യിൽ എടുത്തു പിടിച്ച് സ്റ്റൈലായിട്ട് നിൽക്കും. അവൾക്ക് നന്നായിട്ട് അറിയാം ബിഗ് മോമിന്റെ പവർ അത് ഈ ബിബറു കാർഡിലുണ്ടെന്ന്. അതുള്ളിടത്തോളം കാലം ഇവരാരും തന്നെ അവളെ അറ്റാക്ക് ചെയ്യാനായിട്ട് അവളുടെ അടുത്തേക്ക് വരില്ല. ആ ഒരു വിബ്രു കാർഡിന്റെ പവർ സെൻസ് ചെയ്ത് ആ ബീസ്റ്റ് ലേഡിയും അവിടെ ഉണ്ടായിരുന്ന ട്രീസും ചെടികളും എല്ലാം തന്നെ ഇപ്പൊ ദൂരേക്ക് മാറി നിൽക്കും. അപ്പോഴായിരിക്കും അവളെ ഞെട്ടിച്ചുകൊണ്ട് നമ്മുടെ ലൂഫി അവനങ്ങനെ തെറിച്ചു വന്ന് അവളുടെ മുൻപിലേക്ക് അടിച്ചു വീഴുക. അവന്റെ തൊട്ടു പിന്നാലെ ആ ഒരു ക്രാക്കർ വില്ലൻ. അവനിപ്പോ 4 കൈയുണ്ട്, 4 കൈയിലും 4 സ്ക്വാഡും. നാമിക്കാണെങ്കിൽ അവനെ കാണുമ്പോ കുറച്ച് പേടിയൊക്കെ ആവും. പക്ഷെ ആ വിബ്രു കാർഡ് അത് കയ്യിലുള്ള കോൺഫിഡൻസിൽ അവളാണെങ്കിൽ ഇപ്പോ ലൂഫിയോട് ചേർന്ന് നിൽക്കും. ലൂഫിയും നാമിയുടെ കോൺഫിഡൻസിൽ അവനെ തല്ലാൻ ചാടി എഴുന്നേക്കും. അതിന് ക്രാക്കർ അവന്റെ സ്ക്വാഡ് നീട്ടി ലൂഫിയോടും നാമിയോടും പറയും, നിങ്ങൾക്ക് എന്നെ കുറിച്ച് എന്തെങ്കിലും അറിയോ? ഞാനാണ് ബിഗ് മോമിന്റെ മകൻ ക്രാക്കർ. എനിക്ക് മറ്റൊരു പേരുണ്ട് 1000 ക്രാക്കർ. ഞാൻ ജസ്റ്റ് എൻ്റെ കൈ അതൊന്നിങ്ങനെ കറക്കിയാൽ മതി, 1000 കൈകൾ പോലും എനിക്ക് സിമ്പിളായിട്ട് എൻ്റെ ബോഡിയിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ സെക്കൻഡുകൾ കൊണ്ട് ഒരുപാട് കൈകൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ്. ആക്ച്വലി ക്രാക്കറിന് 870 മില്യൺ ബെറി ബൗണ്ടിയാണുള്ളത്. മാത്രമല്ല അവന്റെ പവറിന് ഈ ഒരു ഐലാൻഡിൽ ആർക്കും തന്നെ അവനോട് ഡിഫീറ്റ് ചെയ്ത് നിൽക്കാൻ കഴിയില്ല. പക്ഷെ ലൂഫിക്കാണെങ്കിൽ അതിലൊന്നും യാതൊരു പേടിയും തോന്നില്ല. നീ 4 കാലും 8 കൈയൊക്കെ കാണിച്ചാ ഞാൻ പേടിച്ചു പോകുന്നു കരുതിയോ? എനിക്കിതില് യാതൊരു പേടിയോ അതിശയോ തോന്നില്ലെന്ന് പറഞ്ഞ് ലൂഫി ആണെങ്കിൽ ഓടി വന്ന് അച്ചരം പൊച്ചറം ഇടിക്കും. ലൂഫിയുടെ ഓരോ പഞ്ചുകളും അവന്റെ 8 കൈയും 4 കാലും കൊണ്ട് സിമ്പിളായിട്ട് അങ്ങനെ ബ്ലോക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അവസാനം ലൂഫി അവന്റെ ഹോക്കി പവർ എടുത്ത് ചെയ്ത് അവന്റെ കൂമ്പിനൊരു ഇടി. ആ ഒരു ഇടി കറക്റ്റ് ആയിട്ട് കിട്ടി അവൻ തെറിച്ചു പോയി വീഴും. നാമിയാണെങ്കിൽ ഇപ്പൊ ലൂഫിയോട് വിളിച്ചു പറയും, ലൂഫി നമുക്കിപ്പോ ഫൈറ്റ് ചെയ്യാൻ ഒട്ടും സമയമില്ല. എത്രയും വേഗം ട്രാപ്പിൽ പെട്ടുപോയ നമ്മുടെ ഫ്രണ്ട്സിനെ അവരെ പുറത്തെടുക്കണം. അതിനുശേഷം സാഞ്ചിയായിട്ട് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണം. പക്ഷെ ലൂഫിക്കാണെങ്കിൽ അപ്പോഴും കലിപ്പടങ്ങാതെ അവൻ അങ്ങനെ മുരച്ചു നിൽക്കും. അതിനാ വില്ലൻ അവന്റെ സ്ക്വാഡ് എടുത്ത് കാണിക്കും. ആക്ച്വലി അവന്റെ കയ്യിലുള്ള സ്ക്വാഡ്സ് അത് ഭയങ്കര സ്പെഷ്യലാണ്. വർഷങ്ങളായിട്ട് ഈ ഒരു സ്ക്വാഡ് ഉപയോഗിച്ചാണ് അവൻ ഫൈറ്റ് ചെയ്യുന്നത്. ലോകത്ത് അത് ഇവന്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ. ലൂഫി സിമ്പിളായിട്ട് അവന്റെ ഹോർണമെന്റ് ഹോക്കി പവർ അതുപയോഗിച്ച് അവനെ ആഞ്ഞടിക്കും. അതിനാ വില്ലനാണെങ്കിൽ അവന്റെ സ്ക്വാഡ് അതാറാക്കി മാറ്റി അതുപയോഗിച്ച് ആ ഹോക്കി പവറിനെ പ്രിവെന്റ് ചെയ്യും. എന്നിട്ട് അവന്റെ ഫുൾ ഫോഴ്സ് അത് ആ സ്ക്വാഡിൽ കൊടുത്ത് ലൂഫി അങ്ങനെ തേച്ചൊരച്ച് മുകളിലേക്ക് കൊണ്ടുപോവാണ്. ലൂഫി ആണെങ്കിൽ അടുത്ത അറ്റാക്കിന് തയ്യാറെടുക്കുമ്പോഴേക്കും അവന്റെ 6 സ്ക്വാഡ് ഉപയോഗിച്ച് ലൂഫി ഒരു ഒറ്റ അടി. ആ ഒരു അടിയിൽ ലൂഫി കാണാൻ മറയത്തേക്ക് അങ്ങനെ പറന്നു പോകും. നാമി ആണെങ്കിൽ ചോപ്പർ പറഞ്ഞ കാര്യം അത് ആലോചിക്കും. ചോപ്പർ ആണെങ്കിൽ ഓൾറെഡി ഇവർക്കൊരു വാണിംഗ് കൊടുത്തിരുന്നു. ഇവരെല്ലാവരും എംപററിന്റെ ഫാമിലിയിലുള്ളവരാണ്. സോ വളരെയധികം കെയർഫുൾ ആയിരിക്കണം ഇവരുമായിട്ട് ഏറ്റുമുട്ടുമ്പോൾ എന്ന്. ഇവിടെ ലൂഫിക്കാണെങ്കിൽ അടി കിട്ടി ഇപ്പൊ ബോധമില്ല. ആ വില്ലൻ വീണ്ടും ലൂഫി അറ്റാക്ക് ചെയ്യാനായിട്ട് അവന്റെ അടുത്തേക്ക് ഓടി അടുക്കും. നാമിക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. പക്ഷെ ലൂഫിയെ കൂടെ അവൻ അറ്റാക്ക് ചെയ്ത് അവരുടെ ഡയമെൻഷനിലേക്ക് കൊണ്ടുപോയ അത് വലിയ കുഴപ്പമാണ്. എങ്ങനെയെങ്കിലും അവനെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് അവള് ലൂഫിയുടെ തൊട്ടടുത്തേക്ക് വരും. പക്ഷെ അപ്പോഴേക്കും ആ ബ്രൂലി മോൺസ്റ്റർ ലേഡിയും അവളുടെ ആ മോൺസ്റ്റർ ട്രീയും അത് രണ്ടും നാമിയുടെ മുൻപിലേക്ക് വന്ന് അവൾ അങ്ങനെ ബ്ലോക്ക് ചെയ്ത് നിൽക്കും. നാമിയാണെങ്കിൽ പേടിച്ച് അങ്ങനെ പുറകിലേക്ക് പോവാണ്. അത് കണ്ട ആ ഒരു ബീസ്റ്റ് ലേഡി അവർ പറയും, നിന്റെ പേടി അതെനിക്ക് കറക്റ്റായിട്ട് മെഷർ ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. നിന്നെപ്പോലെ തന്നെയാണ് ആ വേഴ്സ്റ്റ് ജനറേഷൻ ആൾക്കാർ. അവരും ഈ ന്യൂ വേൾഡിലേക്ക് വന്നത്. ന്യൂ വേൾഡിന്റെ പവർ എന്താണെന്ന് അവർക്കറിയില്ലായിരുന്നു. 4 എംപറേഴ്സിന്റെ പവർ അത് അവര് ശരിക്കും അറിഞ്ഞു. വേഴ്സ്റ്റ് ജനറേഷനിലെ കപ്പോൺ അവൻ മാത്രമാണ് ഞങ്ങളുടെ സിസ്റ്ററെ വിവാഹം കഴിച്ച് ഇവിടെ സെറ്റിലായത്. ബാക്കിയുണ്ടായിരുന്നവരെല്ലാവരും ഞങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ നിന്ന് ആവോളം തല്ലും ഇടിയൊക്കെ മേടിച്ച് ഇവിടുന്ന് ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു പോയി. ഞങ്ങളുടെ ജനറൽസിൽ മൊത്തം 4 പേരുണ്ട്. അതിലൊരാളെ ഉറൂജ് തല്ലി തോൽപ്പിച്ചു.
ഏൽപ്പിച്ചു. അവൻ മാത്രമാണ് ഞങ്ങളുടെ എല്ലാവരുടെ എക്സ്പെക്ടേഷൻ. അത് കാറ്റിൽ പറത്തി ബിഗ് മോമിന്റെ അടുത്ത് വരെ വന്നത്. അതിനുശേഷമാണ് ക്രാക്കർ അവൻ കളത്തിലിറങ്ങി ഉറൂജുമായിട്ട് ഫൈറ്റ് ഉണ്ടായത്. അവർ രണ്ടുപേരും ഒരുപാട് നേരം കട്ടയ്ക്ക് ഫൈറ്റ് ചെയ്തു. അതിനുശേഷം എന്റെ ബ്രദർ ക്രാക്കറിന്റെ സ്ക്വാഡിന് മുൻപിൽ അവനും തോറ്റുപോയി. ആ ബീസ്റ്റ് ലേഡി ആണെങ്കിൽ ഈ സ്റ്റോറി ഒക്കെ പറഞ്ഞ് ഒരു മിറർ ഇപ്പോ നാമിയുടെ മുൻപിലേക്ക് ഇടും. നാമിയാണെങ്കിൽ ഭയങ്കരമായിട്ട് പേടിച്ച് ആ മിററിലേക്ക് നോക്കും. അവളുടെ ഫേസ് അവൾ ആ മിററിൽ കാണുകയാണ്. നാമിക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അടുത്ത നിമിഷം ആ വില്ലത്തി ബീസ്റ്റ് അവൾ ആ മിററിലൂടെ പുറത്തേക്ക് വരും. ബീസ്റ്റ് ലേഡി അവൾ ടെററായിട്ട് ചിരിച്ച് നാമിയോട് പറയും, നിങ്ങൾ ന്യൂ വേൾഡിന്റെ ഡെഡ് എൻഡിൽ എത്തിക്കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ഇവിടുന്ന് കടന്നു പോകാനാവില്ല. ബിഗ് മോമിനെ ഒന്ന് കാണാൻ പോലും നിന്നെ കൊണ്ട് പറ്റില്ല. നിങ്ങൾക്കുള്ള ട്രീറ്റ് അത് ഞങ്ങളോട് തരാനാണ് ഞങ്ങളുടെ അമ്മ പറഞ്ഞിരിക്കുന്നത്. സോ തീർച്ചയായിട്ടും അത് ഞങ്ങൾ തന്നെ തരുമെന്ന് പറഞ്ഞ് അവൾ ഞൊട്ടിയിടയിൽ അവളുടെ കൈ നീട്ടി ഇപ്പൊ നാമിയുടെ 2 കാലിൽ പിടിച്ചു വലിക്കും. നാമിയാണെങ്കിൽ അങ്ങനെ കൺട്രോൾ പോയി അട്ടിച്ച് നിലത്ത് വീഴും. ആ വീണ വീഴ്ചയിൽ അവളുടെ സ്റ്റിക്ക് കൈവിട്ട് പോവാണ്. അവളത് എടുക്കാനായിട്ട് കൈ അങ്ങനെ നീട്ടും. പക്ഷെ എന്താ ഈ വില്ലത്തി അവള് നാമിയുടെ കാലിൽ പിടിച്ച് വലിക്കുന്നതുകൊണ്ട് തന്നെ അവൾക്കത് എടുക്കാനാവില്ല. ബേസ്റ്റ് വില്ലത്തി അവള് കുറേശ്ശെ നാമിയെ വലിച്ച് ആ മിററിലേക്ക് അടുപ്പിക്കുകയാണ്. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് ആ ജയന്റ് മാൻ ആൾക്കാണെങ്കിൽ ലൂഫിയെ അവളെ രക്ഷിക്കണമെന്നുണ്ട്. കാരണം നാമിയെ രക്ഷിക്കണമെന്നുണ്ട്. കാരണം നാമിയും ലൂഫിയും ചേർന്നാണ് ആളെ രക്ഷപ്പെടുത്തിയത്. ആള് കൈയൊക്കെ ചുരുട്ടി പേടിയൊക്കെ എങ്ങനെയെങ്കിലും മാറ്റി കുറെ അധികം പവർ സംഭരിക്കുകയാണ്. നാമിയാണെങ്കിൽ ആ ജയന്റ് മാനെ നോക്കി നിലവിളിക്കും, നിങ്ങളിത് കാണുന്നില്ലേ, എന്നെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്ത്. ആളത് കേൾക്കേണ്ട താമസം ഓടി വന്ന് ഇപ്പോ അവളുടെ മുഖത്ത് ഞെട്ടിക്കും. അവള് തെറിച്ചു പോയി വീഴും. ആ ഗ്യാപ്പില് ആള് നാമിയെ ആളുടെ അടുത്തേക്ക് വലിച്ചടുപ്പിക്കുകയാണ്. ആ വില്ലത്തി ഫുൾ കലിപ്പില് ചാടി എഴുന്നേക്കും. നിങ്ങൾക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ബിഗ് മോമിനെ തന്നെ വെല്ലുവിളിക്കും. ബിഗ് മോം ഏൽപ്പിച്ച ജോലിയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതിനെ തടയാൻ ശ്രമിച്ച അതിന് കിട്ടുന്ന പ്രതിഫലം അതെന്താണെന്ന് നിങ്ങൾക്കറിയില്ലേ? തീർച്ചയായിട്ടും നിങ്ങളെയും ഞാൻ കൊല്ലും. ഉടനെ നാമിയാണെങ്കിൽ അവളുടെ സ്റ്റിക്ക് ഉപയോഗിച്ച് തണ്ടറും ലൈറ്റ്നിങ്ങും അതൊരുപോലെ ക്രിയേറ്റ് ചെയ്ത് ആ വില്ലത്തിയെ അവൾ അറ്റാക്ക് ചെയ്ത് അവളുടെ മിറർ വേൾഡിലേക്ക് തന്നെ അവൾ അയക്കുകയാണ്. പക്ഷെ നാമിക്ക് നന്നായിട്ട് അറിയാം അവൾ തിരികെ വരുമെന്ന്. അതിനുശേഷം നാമി ഇപ്പൊ ജയന്റ് മാൻ്റെ അടുത്ത് സോറി പറയും. ഐ എം സോറി, ഞാൻ കാരണം നിങ്ങളും ഇപ്പോ മരണത്തിന്റെ വക്കിലെത്തിയല്ലേ. അതിനാള് പറയും, എന്തായാലും അവരെന്നെ കൊല്ലും. സോ അതിനു മുൻപ് നിങ്ങളെ രക്ഷിക്കാൻ സാധിച്ചതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. അതിരിക്കട്ടെ, നീ എന്റെ മകൾ ലോലയെ അവളെ കണ്ടിരുന്നോ? അതിന് നാമിയാണെങ്കിൽ ആ വിബ്രു കാർഡ് എടുത്ത് കാണിച്ചിട്ട് പറയും, നിങ്ങളുടെ മകൾ ലോലയെ ഞാൻ കണ്ടിരുന്നു. ആ വിബ്രു കാർഡ് കണ്ട് വീണ്ടും അടുത്തുണ്ടായിരുന്ന ട്രീസും ചെടികളും എല്ലാവരും പേടിച്ച് ദൂരേക്ക് മാറി നിൽക്കും. കട്ട് ചെയ്ത ഇവിടെ ആ ക്രാക്കർ അവനാണെങ്കിൽ അവന്റെ മുൻപിലുള്ളതും കയ്യിൽ കിട്ടിയതുമായ എല്ലാ മരങ്ങളും അങ്ങനെ തകർത്ത് പിഴുതെറിയാണ്. അവന്റെ ഒരേ ഒരു ലക്ഷ്യം അത് ലൂഫി മാത്രമാണ്. ലൂഫിയെ കണ്ടുപിടിച്ച് അവനെ അവന്റെ കൈകൊണ്ട് തന്നെ തല്ലിക്കൊല്ലുക. ഇവിടെ ലൂഫി എഴുന്നേറ്റ് അവന്റെ തൊട്ടു പിന്നിലേക്ക് നോക്കും. എല്ലാ മരങ്ങളെയും വലിച്ചെറിഞ്ഞ് ആ വില്ലൻ ഓടി അടുക്കുകയാണ്. ലൂഫിയും അവന്റെ പവർ എടുത്ത് വില്ലന് നേരെ തിരിഞ്ഞു നിൽക്കും. നീ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല, നിങ്ങൾ ആരൊക്കെ തടഞ്ഞാലും എന്റെ ടീംമേറ്റ് സാഞ്ചി അവനെ ഞാൻ തന്നെ തിരികെ പിടിക്കുമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും വമ്പൻ ആയുധങ്ങളും ആക്ഷനൊക്കെ ഇട്ട് ഫൈറ്റ് ചെയ്യുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.